ഞാൻ 50 കഴിഞ്ഞൊരു വ്യക്തിയാണ്. കെ.സി. വേണുഗോപാൽ ആരായിരുന്നു കോൺഗ്രസ്സിനെന്നുള്ളത് എനിക്ക് ശരിക്കും അറിയാം. പക്ഷേ വി.ഡി. സതീശൻ ആരായിരുന്നു കോൺഗ്രസ്സിനെന്നുള്ളത് അതും എനിക്കറിയാം. ഇവർ തമ്മിൽ ആണെങ്കിൽ മത്സരമെങ്കിൽ ആർക്കാണ് കപ്പ് കൊടുക്കേണ്ടതെന്നുള്ളതും എനിക്കറിയാം. അപ്പോൾ എൻ്റെ അറിവിലല്ലല്ലോ ഇവിടുത്തെ കാര്യങ്ങൾ നടക്കുന്നത്. പക്ഷേ ഞാനൊന്ന് പറയട്ടെ, കെ.സി. വേണുഗോപാലിനെ കുറച്ച് കാണാനുള്ള ചില ആളുകളുടെ, ചില മാധ്യമങ്ങളുടെ പരിശ്രമം അത് എന്നെ വേദനിപ്പിക്കുന്നുണ്ട്. കെ.സി. വേണുഗോപാൽ അനേക കാലം കേരളത്തിലെ മന്ത്രിയായിരുന്നു, അനേക കാലം കേന്ദ്രത്തിലെ മന്ത്രിയായിരുന്നു. രാഹുൽ ഗാന്ധിയുടെ വിശ്വസ്തനായിട്ട് അദ്ദേഹം അനേക നാളുകളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഭാരത് ജോഡോ യാത്ര അതിഗംഭീരമായിട്ട് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ വ്യക്തികൾ ഒരാളാണ് കെ.സി. വേണുഗോപാൽ. ഈ ഇന്ത്യ മുഴുവൻ അദ്ദേഹം സഞ്ചരിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു പാൻ ഇന്ത്യ നേതാവാണ്. അങ്ങനെ ഒരു പാൻ ഇന്ത്യൻ നേതാവ് ഒരു കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് നമുക്ക് ലഭിക്കുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ അഭികാമ്യമായിട്ടുള്ള ഏറ്റവും വലിയ ഒരു ട്രോഫിയാണ് ആക്ച്വലി അത്. ആ ട്രോഫി ഇവിടെ വേണ്ടാന്ന് ആരെങ്കിലും തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ ചില ഉൾക്കളികൾ ഉണ്ട് എന്ന് നാം മനസ്സിലാക്കണം. എന്തൊക്കെയാണ്? ചില ആളുകളെ ഈ അടുത്തിടയ്ക്ക് നമ്മൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട് നമ്മൾ കണ്ടു. ചില ആളുകൾ KPCC പ്രസിഡന്റ് സ്ഥാനം നഷ്ടപ്പെട്ടത് നമ്മൾ കണ്ടു. ചില ആളുകൾ കഴിഞ്ഞ MP സ്ഥാനത്തേക്ക് മത്സരിക്കുകയും പരാജയപ്പെടുകയും അവരുടെ ഇമേജ് ഡൗൺ ആവുകയും ചെയ്ത് നാം കണ്ടു. ഇതിൻ്റെ എല്ലാം കാരണങ്ങൾ എന്താണ്? അതും നമുക്കറിയാം. അപ്പോൾ ഞാൻ അതിലേക്കൊന്നും കൂടുതൽ കടന്നു പോകുന്നില്ല. കാരണം നമ്മളിവിടെ ഒരു കൺക്ലൂഷനിൽ എത്തേണ്ടതായിട്ടുണ്ട്. നമുക്കെന്താണ് വേണ്ടത്? ഇവിടെ പല രീതിയിൽ ആളുകൾ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. എന്താണ്? കെ.സിക്ക് ഗ്രൂപ്പുണ്ട്. കെ.സിയുടെ ഗ്രൂപ്പ് ആരാ ഒന്ന് പറയാമോ? കെ.സിക്ക് ഇവിടെ ഒരു ഗ്രൂപ്പും ഇല്ല. ആദ്യം കെ.സിയെ ഗ്രൂപ്പുകാരനാക്കി. അതൊരു പ്രൊപ്പഗണ്ടയുടെ ഭാഗമാണ്. ആരാണ് ഈ പ്രൊപ്പഗണ്ട ഇറക്കുന്നത്? CPM കേന്ദ്രങ്ങളിൽ നിന്നാണ് വരുന്നത്. CPMൻ്റെ അവിഭാജ്യ ഘടകമായിട്ട് നിൽക്കുന്ന ആരാ? കോൺഗ്രസ്സിലെ ചില ആളുകളുണ്ട്. അവരുടെ പേര് വിവരങ്ങൾ ഞാൻ പറയണില്ല. ഉണ്ട്, കോൺഗ്രസിൻ്റെ അകത്ത് ചില ആളുകൾ CPMന് വേണ്ടി പണിയെടുക്കുന്ന ആളുകളുണ്ട്. അവരുടെ അജണ്ടയ്ക്ക് അനുസരിച്ച് നീങ്ങുന്ന ആളുകളുണ്ട്. അത് ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആളുകളുണ്ട്. അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ഇവിടെ കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രിയായിട്ട് വന്നാൽ അത് ഏറ്റവും അഭികാമ്യമായിട്ടുള്ള കാര്യമാണ്. കേരളത്തിന് ഏറ്റവും ഉന്നത പദവി ലഭിക്കുന്ന കാര്യമാണ്. ഏറ്റവും നല്ല കാര്യമായിരിക്കും കോൺഗ്രസിനെ സംബന്ധിച്ച്, കേരളത്തെ സംബന്ധിച്ച്. അത്രയ്ക്ക് വികസനം